ഒരാളുടെ പേര് മാത്രം പറയാൻ നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരണം. CH മുസ്തഫ. അദ്ദേഹം നമുക്കാരാ? ഒരു വിരോധവും ഇല്ല. അല്ലെങ്കിലും ഇസ്ലാമിന് തന്നെ വ്യക്തികളോട് വിരോധമില്ലല്ലോ, ആശയങ്ങളോടുള്ള വിരോധമുള്ളൂ. മാർഗം തെറ്റിപ്പോയ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു നേർവഴി കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ നസീഹത്തൻ ദുആ. അദ്ദേഹം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നൊരു കാര്യം, ഇന്നലെ എനിക്ക് അബുദാബിയിൽ ഉള്ള സമയത്ത് അബുദാബിയിലുള്ള ഒരു സ്നേഹിതൻ കുറേ ലിങ്കുകളുള്ള ഒരു ടെക്സ്റ്റ് അയച്ചു വന്നു. 10-12 യൂട്യൂബ് വീഡിയോസ്. ഇത് മുഴുവനും ഈ കക്ഷിയുടേതാണ്. ഇതിനൊക്കെ എന്താ, ഒരുപാട് ആളുകൾ ആ വീഡിയോ ഒക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. 1,00,000 ആളുകൾ, 10,000 ആളുകൾ, ഒരുപാട് തഗ്, പൂവ്, കയ്യ്, ലവ്, ജഗ പുക തന്നെ. ഒക്കെ ആരാ? ഒക്കെ സൂഫി മൻഹജിനെ പ്രേമിക്കുന്നവർ എന്ന് ബയോ ഒക്കെ എഴുതി വെക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരാളുടെ ഒരു വിവരദോഷത്തിൻ്റെ, ഗവേഷണ ബോധത്തിൻ്റെ തെറ്റ് മനസ്സിലാവാൻ 12 മറുപടി പറയണ്ടല്ലോ, ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വാദമേതാ? ബൈബിളൊക്കെ ഇഞ്ചിയിലാണെന്ന് പറയുന്ന വളരെ മാരകമായൊരു ആർഗ്യുമെന്റ്. ബൈബിളൊക്കെ ഇഞ്ചിയിലാക്കാം, എന്നാൽ അതിന് നല്ലൊരു എയറ് നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹം അതിന് വലിയൊരു ഫിലോസഫി ഉണ്ടാക്കി. ഇഞ്ചിയിൽ തന്നെയാണ് ബൈബിൾ. ഞാനത് വിശദീകരിച്ച് നേരം കളയുകയല്ല. അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഭാഗം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇഞ്ചിയിൽ ബൈബിളാണെന്നുള്ള ആർഗ്യുമെന്റ് വിശ്വസിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയോ നിങ്ങൾ? ഒരുപാട് കുട്ടികളുണ്ട്. കാരണം ഏതായാലും ക്രിസ്ത്യൻസിന് അവർ നസാറാക്കളാണല്ലോ, അവർക്കല്ലേ ഇഞ്ചിയിൽ ഇറങ്ങിയത്, അവർ വിശ്വസിക്കുന്നതാണല്ലോ ബൈബിൾ. അല്പസ്വല്പമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അടിസ്ഥാനപരമായി അതിനെ നമുക്കും വേദഗ്രന്ഥമായി അംഗീകരിച്ചാൽ എത്ര വലിയൊരു ക്ലാഷ് ഒഴിവായി കിട്ടും. പിന്നെ ഈ പറയുന്നത് പോലെ വളരെ വളഞ്ഞു പിടിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അതിൻ്റെ ബേസിക് പ്രശ്നം എവിടെയാണെന്നറിയോ? എൻ്റെ ചെറിയ അറിവ് വെച്ചുകൊണ്ട് മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, അവരെ ഭാഷയിൽ പറഞ്ഞാൽ ജീസസ് ക്രിസ്റ്റിന് ദൈവമറക്കിയ വേദഗ്രന്ഥമാണ് ബൈബിൾ എന്ന് ക്രിസ്ത്യൻസിന് പോലും വിശ്വാസമില്ല എന്നുള്ളതാണ്. അത് CH മൗലവി മനസ്സിലാക്കിയില്ല.